പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കത്തിന്റെ ഭാഗമായി താലിബാനുമായി അടുത്ത ഇന്ത്യ. താലിബാൻ സർക്കാരുമായി കൂടുതൽ നയതന്ത്ര ബന്ധം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള 160 ട്രക്കുകൾക്ക് കേന്ദ്ര സർക്കാർ അട്ടാരി വാഗ അതിർത്തി തുറന്നു നൽകി. പാകിസ്ഥാൻ നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഏപ്രിൽ 23 മുതൽ അടച്ചിട്ടിരുന്ന അതിർത്തിയാണ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമായി എത്തിയ അഫ്ഗാൻ ട്രക്കുകൾക്കായി പ്രത്യേകം തുറന്നുകൊടുത്തത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അഫ്ഗാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുട്ടാഗിയും കഴിഞ്ഞ ദിവസം നടത്തിയ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. അഫ്ഗാൻ ഭരണം താലിബാൻ പിടിച്ചെടുത്തതിന് ശേഷം ആദ്യമായാണ് മന്ത്രിതല ചർച്ചയുണ്ടാകുന്നത്. അതിർത്തിയിൽ കുടുങ്ങിയ അഫ്ഗാൻ ട്രക്കുകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ചർച്ചയിൽ താലിബാൻ മന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. അഫ്ഗാൻ ട്രക്കുകളെ പാകിസ്ഥാനും തടഞ്ഞില്ല. താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ താലിബാന്റെ ഡൽഹിയിലെ എംബസിയും മുംബൈയിലെ ഹൈദരാബാദിലുമുള്ള കോൺസുലേറ്റുകളും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. താലിബാൻ ഭരണം പിടിച്ചെടുത്തതോടെ കാബൂളിലെ എംബസിയും കാണ്ഡഹാറിലെയും മസാരെ ഷെരീഫിലെ കോൺസുലേറ്റുകളും ഇന്ത്യ അടച്ചിരുന്നു. കാബൂളിലെ എംബസി നിലവിൽ ഭാഗികമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാരത്തിനുള്ള അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും ചെറുതും വില കുറഞ്ഞതുമായ ഗതാഗത റൂട്ടുകളിൽ ഒന്നാണ് ഇത്. ഈ റൂട്ട് വഴിയുള്ള വാർഷിക വ്യാപാരം $500 മില്യൺ എന്ന് അഫ്ഗാനിസ്ഥാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഈ വർഷം ജനുവരി വരെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി $264.15 മില്യൺ ആയിരുന്നു. അതേസമയം ഇക്കുറി $591.49 മില്യൺ ആയിരുന്നു. ഇതിൽ ഇന്ത്യയുടെ ഡ്രൈ ഫ്രൂട്ട്സ് കയറ്റുമതി $358 മില്യൺ ആയിരുന്നു. ഈ കാലയളവിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യയുടെ പഴങ്ങളുടെയും നട്ട്സിന്റെയും ഇറക്കുമതി $0.08 മില്യൺ ആയിരുന്നു. അട്ടാരി വഴി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നങ്ങളിൽ ഉണങ്ങിയ അത്തിപ്പഴം, കായം, കുങ്കുമപ്പൂവ്, ഉണങ്ങിയ ആപ്രിക്കോട്ട്, പിസ്ത, ഉണക്കമുന്തിരി എന്നിവ ഉൾപ്പെടുന്നു.